സൂറത്ത് 8, സൂറത്ത് 9, തൗബ, അൽ അനാഫ് എന്ന് പറഞ്ഞ സൂറത്തുകളില് മനാഫ ആരാ മനാഫ് മനാഫിനെ കുറിച്ച് മനാഫ് ഏറ്റവും സമാധാനപരമായ മതമാണ് ഇസ്ലാം എന്ന് പറയും. ഞാൻ പഠിക്കുന്നത് ഹിന്ദു മാനേജ്മെന്റിലാണ്. അപ്പം ആ ഒരു ഇതെടുത്ത് കാര്യം ശ്രദ്ധിച്ചാൽ ഇവരൊക്കെ അല്ലേ യഥാർത്ഥ വർഗീയവാദികൾ. എന്നാലും ചോദിക്കും ഇവിടെ കബീർ ഹുസൈൻ അടക്കമുള്ള ആളുകൾ, കബീർ ബാക്കി അടക്കമുള്ള ആളുകൾ കോൺവെന്റ് സ്കൂളിൽ പഠിച്ച് ഇങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ട്. ഈ ആളുകളെയും സ്കൂളുകളെയും വേർതിരിച്ച് ഞാൻ ഹിന്ദു മാനേജ്മെന്റ് ആണ്, ഞാൻ മുസ്ലിം മാനേജ്മെന്റ് ആണ്, ഇത് തന്നെ ഏറ്റവും വലിയ വൃത്തികേട്. പറഞ്ഞു മനസ്സിലായ? ഇവരാണ് ഈ നാട്ടിൽ വർഗീയത ഉണ്ടാക്കുന്നത്. സ്കൂളിൽ പഠിച്ചു, കോളേജ് പഠിച്ചു എന്ന് പറഞ്ഞാൽ പറയും എത്ര ഹിന്ദു മുസ്ലിം എന്ന് കയറ്റുന്നത്. ആ കൊച്ചിന് വേറെ വല്ല പറയാണ്ടോ? അപ്പം ആ ഒരു ഇതെടുത്ത് നോക്കി കഴിഞ്ഞപ്പോ സൂറത്തിൽ പടച്ചോനെ വീണ്ടും മനാഫ് മനാഫാരെന്ന് അറിയണം. രണ്ടിലൊന്ന് തീരുമാനമാക്കണം. ആരാ മനാഫ്? ഗൂഗിളൊക്കെ നിങ്ങൾ മുസാഫിൽ ഖുർആനിൽ കണ്ടോന്നുണ്ടെന്നാ പറഞ്ഞ തൗബയുടെ കൂടെ മനാഫ് ഉണ്ടെന്ന് പറഞ്ഞു. ഏതാ ഈ മനാഫ്? ഒരു കാരണവശാലും ആകാൻ സാധ്യതയുള്ളത് മനാഫ് കുട്ടിയുമായി എന്നുള്ള പരിചയമുള്ള മനാഫാണ്. ലോറി മനാഫ് നമ്മുടെ അർജുന്റെ മനാഫ്. മനാഫ് അങ്ങനെ പറയും, മനാഫ് അങ്ങനെ പലതും പറയും. സുഹൃത്തൊക്കെ ഇറങ്ങി നോക്കാം ബാക്കിയൊക്കെ. എന്റെ പൊന്നാർ റിസ്വാനസ് എന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു മതത്തെയോ ആ മതത്തിന്റെ ഗ്രന്ഥത്തെയോ അതിലെ അധ്യായങ്ങളെ ഒന്നും അറിയാൻ വയ്യ, അതിന്റെ പേര് പോലും പറയാൻ അറിയാൻ വയ്യാത്ത ആളുകൾ എവിടെ വന്നിട്ട് മനാഫി പറഞ്ഞിട്ടുണ്ട്, ലോറി മനാഫ് പറഞ്ഞിട്ടുണ്ട്, ലോറി മനാഫ് പറഞ്ഞു. എന്ത് അവസ്ഥയാണെന്ന് ആലോചിക്കേ. 1.5 കിലോ പുട്ടിയും 1/2 കിലോ റെഡോക്സും അടിച്ചുകൊണ്ട് വന്നിട്ട് ഇസ്ലാമിനെ കുറിച്ച് പറയാണ്.